ഡ്രസ്സൊക്കെ മാറ്റി ലോക്കലായി, പാലക്കാട്ടിൽ നിന്നും ഇന്തോനേഷ്യനായി. നാട്ടിൽ നിന്ന് കുറെ പുള്ളിത്തുണിയായിട്ട് വന്നാൽ മതി. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു വല്യമ്മാൻ്റെ ഒക്കെ. ഇവിടെ ഡീപ് ക്ലൻസിങ്, ഈ ചെറിയ സെക്ഷൻ പുനർജന്മം. നൂറ്റാണ്ടുകളായിട്ട് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ. അതിൻ്റെ ഒറിജിനൽ തൊട്ടപ്പുറത്തുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകും. രണ്ടാമത്തെ ദിവസം എടുത്ത റൂം ഇവിടെ ആയിരുന്നു കേട്ടോ. ഒരു ജാമ്പവാൻ ബിൽഡിങ്, വളരെ മോശം, മലായ കച്ചറായി. 3 ദിവസത്തിനെടുത്തിട്ട് ഫസ്റ്റ് ദിവസം രാവിലെ തന്നെ ഇറങ്ങിപ്പോകുന്നു. ഉബൂദിൽ പിറ്റേ ദിവസം നേരെ ചെന്നത് ഇവിടെ മെയിൻ ആയിട്ടുള്ള ആകർഷണ കേന്ദ്രമായ മങ്കി ഫോറസ്റ്റിലേക്കാണ്. അതായത് കുരങ്ങന്മാരെ കൊണ്ടൊരു ഏറും കളിയാണ് ഇവിടെ. നീണ്ട വാലുള്ള ഗണത്തിൽ ഉൾപ്പെട്ട കുരങ്ങൾ ഉൾപ്പെടെ ഏകദേശം 340ഓളം കുരങ്ങന്മാർ തന്നെ ഇവിടെ ഉണ്ട്. 1,60,000 1,60,000 രണ്ടാൾക്കാർ, 80,000 ഒരാൾക്ക്. 80,000. ഞാനിങ്ങനെ ആലോചിച്ചു പോയി, കുരങ്ങന്മാർക്ക് മാത്രമായിട്ട് ഏക്കർ കണക്കിന് സ്ഥലം പച്ചപ്പാക്കിയിട്ട് അതിങ്ങനെ പരിപാലിച്ച് കൊണ്ടെടുക്കണം. നമ്മളെ നാട്ടിലാണെങ്കിൽ ഈ പരിപാടിയൊക്കെ നടക്കുമോ? ഉബൂദ് തന്നെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ സേക്രഡ് മങ്കി ഫോറസ്റ്റ്. മാസത്തിൽ ഏകദേശം 10,000-ലധികം സഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. മങ്കി വാക്ക്, മൂൺ വാക്ക്. സംഭവ ബഹുലമായ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട്, പക്ഷെ ഇതിനൊക്കെ പൈസ എണ്ണി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. നമ്മൾ പിന്നെ കപ്പിൾസ് ഒന്നുമല്ലല്ലോ, ഈ ജാതി ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം അവിടുന്ന് സ്കൂട്ടായി. മങ്കി ഫോറസ്റ്റിൽ നിങ്ങൾക്ക് ചുറ്റി നടന്ന് ശാന്തമായ അന്തരീക്ഷം ആസ്വദിക്കാൻ പറ്റും. ഏകദേശം 27 ഏക്കറോളം പരന്ന് കിടക്കണം. ഇവിടെ 115 സ്പീഷീസിലടങ്ങിയ മരങ്ങൾ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു അമ്പലമൊക്കെ കാണാൻ പറ്റും, പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു. എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചതൊക്കെ മനസ്സിലായി. പക്ഷെ ഇതിന്റെ പേരൊരു സംഭവമാണ്, പുറാദലം അഗുങ് പതാങ് തകൽ. ഓണ്ടടാ, ചില ഭാഗങ്ങളിലൊക്കെ അഗാധമായ കാട്ടിലെത്തിയൊരു ഫീലാണ് ഇതിൽ. അത്രക്ക് മരങ്ങളാണ്. പിന്നെ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നടപ്പാതകളൊക്കെ ഉണ്ട്. അതും ഒരു പഴയ രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫോട്ടോഗ്രാഫിയിലൊക്കെ താല്പര്യമുള്ളവർക്ക് കിടിലം ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകൾ ഇതിനുള്ളിൽ. അടിയിൽ അരുവികളൊക്കെ ഒഴുകണ ശബ്ദം, കുറച്ച് വെള്ളമൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അത്ര റിസ്ക് എടുത്ത് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിട്ടില്ല. വീഡിയോ ആണ് പോരെ, ഫോട്ടോ വേണോ? ഏകദേശം ഒരു 10 മണിക്ക് അങ്ങോട്ട് കയറിയിട്ട് 11:30 മണിക്കാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. ഇനി മഹേഷ് ഭായ് എത്തിയിട്ട് വേണം അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ചില്ലിംഗ് വിത്ത് മഹേഷ് ഭായ്. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി നേരെ പോകുന്നൊരു ക്ഷേത്രത്തിലോട്ടാണ്. ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണ് തീർത്ഥ എംബുൾ ക്ഷേത്രം, അഥവാ ഹിന്ദു ബാൽനീസിലെ ഒരു ജലക്ഷേത്രമാണിത്. ഡ്രസ്സൊക്കെ മാറ്റി ലോക്കലായി, പാലക്കാട്ടിൽ നിന്നും ഇന്തോനേഷ്യനായി, ബാലി മലയാളി. 50,000 1 ലക്ഷം, 2 പേർക്ക് 1 ലക്ഷം. തലയിലൊക്കെയാണ് വെച്ചിട്ട് ഇങ്ങനെ നടന്നു നോക്കോളും. സൈക്കിൾ ഓടിച്ച് പോവും, വണ്ടി പോവും. ചെറുപ്പത്തിൽ തന്നെ ശീലിക്കുന്നത് അവിടുത്തെ നോർമൽ. ഇതാണ് രാജാവ്. അല്ല, അത് ഇന്ദ്രല്ല. ഇന്ദ്രനാ? ഒരുപാട് കഥകളുള്ള ഫുള്ള് കൊണ്ട. നാട്ടിലാണെങ്കിൽ കാശൂർ സർക്കസിൽ പോയിട്ടാണ് ഇവർ തല വെച്ച് പോകുന്നത് കാണുന്നത്. ഇവിടെ റെഗുലർലി ഡെയിലി ലൈഫിൽ വഴിയിലൊക്കെ കാണാം. അത് മുണ്ട് നിർബന്ധം എല്ലാവർക്കും.
മുണ്ടുടുക്കാൻ പഠിപ്പിക്കുന്ന മഹേഷ് ഭായ്. പറയണേ നാട്ടിൽ നിന്ന് കുറെ പുള്ളിത്തുണിയായിട്ട് വന്നാൽ മതി. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു വല്യമ്മാൻ്റെ ഒക്കെ. ഇന്ന് വലതേക്ക് അങ്ങനെ ഉണ്ടല്ലേ? പെണ്ണുങ്ങൾക്കാണെങ്കിൽ വലതുനിന്ന് ഇടതേക്ക്. ഇത് നമ്മള് വലതുനിന്ന് ഇടതേക്ക് ആണുങ്ങൾക്ക്, ഇടതുനിന്ന് വലതേക്ക് പെണ്ണുങ്ങൾക്ക്. നോട്ട് വാട്ടർമെലൺ, സം സിട്രസ് കൈൻഡ് ഓഫ് ഫ്രൂട്ട്. അപ്പോൾ ഇതാണ് പുരാ തീർത്ഥ എമ്പോൾ ഇന്തോനേഷ്യയിലെ ഏറ്റവും തിരക്കേറിയ ജലക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ബാലിനീസിലെ ഹിന്ദു സമൂഹം പവിത്രമായി കണക്കാക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. മാത്രമല്ല ഇന്ദ്രദേവൻ സൃഷ്ടിച്ചതാണെന്നും അവിടെ കുളിക്കുന്നവരെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന അനുഗ്രഹീത ജലമാണെന്നും വിശ്വസിക്കപ്പെടുന്ന നിരവധി പുണ്യ നീരുറവകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. തീർത്ഥ എമ്പോൾ ഹിന്ദു ദൈവമായ വിഷ്ണുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ബാലിനീസ് ഭാഷയിൽ തീർത്ഥ എമ്പോൾ എന്നാൽ ഭൂമിയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇക്കാരണത്താലാണ് തീർത്ഥ എമ്പോൾ ഒരു വിശുദ്ധ നീരുറവയായി കണക്കാക്കപ്പെടുന്നത്. I'll probably start from that point and then we can take photo from there. I think we go there first. രണ്ടെണ്ണം അതിലാരും പോകില്ല. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്കിപ്പ് ചെയ്ത് ഏറ്റവും ലാസ്റ്റിലേക്ക് പോവുക. ഇത് വന്നിട്ട് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അവസാനത്തെ ചടങ്ങുണ്ടല്ലോ, അവസാനത്തെ പേര് അതിന് കൊണ്ടുപോകാം. അപ്പോൾ ഏതെങ്കിലും വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ 11 ഉണ്ടല്ലോ. 11 വലിയ തെറ്റുകൾ അത് മറക്കാനായിട്ടും ഇതിനൊക്കെയുള്ള ഒരു പ്രാർത്ഥന അവിടെ അല്ല, ആ സെക്ഷൻ ഡീപ് ക്ലെൻസിങ് അല്ലേ, വലിയ തെറ്റുകൾ ചെയ്ത ആളുകൾ. ദിസ് ഈസ് ഫോർ ജനറൽ ക്ലെൻസിങ്. ഇത് ചെറിയ തെറ്റുകൾ, വൻപാപങ്ങൾ, ചെറുപാപങ്ങൾ അല്ലേ. ഇതെല്ലാം കഴിയുമ്പോഴേക്കും വൃത്തിയായി. പിന്നെ ഇത് വന്നിട്ട് തീർത്ഥം. ഇവിടെ ഡീപ് ക്ലെൻസിങ് ഈ ചെറിയ സെക്ഷൻ. അത് കഴിഞ്ഞ് ഇത് തീർത്ഥം, പുനർജന്മം, തീർത്ഥം. നൂറ്റാണ്ടുകളായിട്ട് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ. അതിൻ്റെ ഒറിജിനൽ തൊട്ടപ്പുറത്തുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകും, ഫ്ലോ ആയിക്കൊണ്ടേയിരിക്കും. പ്രസിഡൻസ് പാലസ്, ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. അതാണത്. അത് പ്രസിഡന്റ് പാലസ് മുകളിലുള്ള ആ റൂമിനകത്ത് ഒരു ഫാമിലി മെമ്പേഴ്സ്, മക്കളോ മരുമക്കളോ ആരെങ്കിലും വരുമ്പോൾ പ്രസിഡൻഷ്യൽ പാലസ് അല്ലേ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. ആദ്യത്തെ പ്രസിഡന്റ് ഉണ്ടാക്കി വെച്ച സ്ഥലമാണ്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെയാണ്. ഒരാൾ കാര്യമായിട്ട് അവിടെ പ്രാർത്ഥിക്കും, മറ്റാൾക്കാർ സെൽഫി. ന്യൂ ജെൻ ഇതെല്ലാം ചെയ്യുന്ന ആ സമയത്ത് നോർമലി നമ്മൾ ഇരുന്നിട്ട് ആദ്യം മെഡിറ്റേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ കണ്ട നീരുറവൻ്റെ ഉത്ഭവം ഇവിടെ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എങ്ങനെയെന്ന് എത്തും പിടുത്തം കിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ അതിൽ മുങ്ങിക്കുളിച്ച ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ് വിശ്വാസം. ഇപ്പം നമ്മളതിന് നിൽക്കണില്ല, കാരണം നല്ല തിക്കും തിരക്കുമാണ്. ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ദോഷങ്ങളൊക്കെ ഒന്ന് ആകെ പിടുത്തം വിടും. 2 സ്പെഷ്യൽ മീനുകളുണ്ട് എന്നാട്ടാ മഹേഷ് ഭായ് പറയണത്. എപ്പോഴെങ്കിലും പുറത്തേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞത്. ഡ്രാഗൺ ഷേപ്പിലുള്ള മീൻ, ഒരു ഗോൾഡൻ കളറും ഒരു സിൽവർ കളറും. ഒക്കേഷണലി എപ്പോഴെങ്കിലും പുറത്തോട്ട് കാണുള്ളൂ എന്ന് പറഞ്ഞു. അടുത്ത് വാ. പക്ഷെ എൻ്റെ സംശയം അതല്ല, ഈ ഇംഗ്ലീഷുകാർ എന്ത് അടിസ്ഥാനത്തിലാണ് അവിടെ മുങ്ങിക്കുളിക്കണത്? അത് വിശ്വാസത്തിൻ്റെ പേരിലാണ്, അത് വെറുതെ തണുപ്പ് ഇട്ടാൽ വേണ്ടി മുങ്ങിക്കുളിക്കണം? നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ബാക്കി ഞാൻ പിന്നെ പറയാം.